ഹായ്, എന്ത് ഭംഗിയാണ് ഇവിടെ. എന്ത് രസാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. മോളെ, ആരാണ് നീ? ഞാനോ? അതെ, നീ തന്നെ. എൻ്റെ ഉപ്പ എന്നെ പേര് വിളിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എല്ലാവരും എന്നെ മൗദ എന്നാ വിളിക്കുന്നത്. മഊദയോ? മഊദ എന്നാൽ കുടിച്ചു മൂടപ്പെട്ടവളെന്നല്ലേ? അതെ, ജീവനോടെ. കുടിച്ചു മൂടിയെന്നോ? ആര്? അത് പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. ചിലപ്പോ കരഞ്ഞു പോകും. ഇവിടെ ആരും സങ്കടപ്പെടാറില്ലല്ലോ. ഇത് സ്വർഗമല്ലേ, സ്വർഗം. നീ ധൈര്യമായി പറഞ്ഞോളൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ നിന്റെ കഥ. ഞാൻ ജനിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നെ ആരും വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും കൊണ്ടുപോയിരുന്നില്ല. പുറത്തിറങ്ങിയ എന്തെങ്കിലും അപകടം പറ്റുമെന്ന് പറഞ്ഞെന്നെ ധരിപ്പിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, മോളെ, നമുക്കൊന്ന് പുറത്തു പോയാലോ. ഉപ്പയുടെ കയ്യും പിടിച്ച് രാജകുമാരിയെ പോലെ ഞാൻ നടന്നു. പുറംലോകത്തെ ഓരോ കാഴ്ചകളും എന്നെ അത്ഭുതപ്പെടുത്തി. ഓരോ കാഴ്ചകൾ കാണുമ്പോഴും ഞാൻ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. എല്ലാത്തിനും മൗനം മാത്രമായിരുന്നു ഉപ്പയുടെ മറുപടി. അങ്ങനെ ഞങ്ങൾ വിജനമായ ഒരു സ്ഥലത്തെത്തി. ഉപ്പ ഒരു കുഴിയെടുക്കുവാൻ തുടങ്ങി. എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാനും ഉപ്പയെ സഹായിച്ചു. ആഴം കൂടുന്തോറും എൻ്റെ ആവേശവും കൂടി. കുഴിയുടെ ആഴം എന്നേക്കാൾ കൂടിയപ്പോൾ ഉപ്പ എന്നെ കുഴിയിലിറക്കി നിർത്തി. അരികത്തുണ്ടായിരുന്ന മണ്ണ് കാൽച്ചുവട്ടിലേക്കിട്ടു. ഇടയ്ക്കെപ്പോഴോ ഉപ്പയുടെ കണ്ണിലേക്ക് തെറിച്ചു വീണ മണ്ണ് എൻ്റെ കുഞ്ഞിളം കൈകൊണ്ട് ഞാൻ തുടച്ചു കൊടുത്തു. അപ്പോ ഉപ്പ കരയുന്നത് ഞാൻ കണ്ടു. മണ്ണ് എൻ്റെ കഴുത്തോളമായപ്പോ എനിക്ക് അനങ്ങാൻ വയ്യാതായി. ഞാൻ പറഞ്ഞു, ഉപ്പ, നമുക്ക് കളിച്ചത് മതി, ഇനി വീട്ടിൽ പോകാം. ഉപ്പ എന്തിനാ കരയുന്നത്? ഇത് കേട്ടതും ഉപ്പ ഉറക്കെ കരഞ്ഞുകൊണ്ട് ബാക്കിയുള്ള മണ്ണുകൂടി എൻ്റെ മേലേക്കിട്ടു. എൻ്റെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. വലിയ ഇരുട്ട്. ഞാൻ ഉച്ചത്തിൽ കരഞ്ഞു. ആരും കേട്ടില്ല, ആരും കേട്ടില്ല, ആരും, എൻ്റെ റബ്ബൊഴികെ. وإذا الموءودة سئلت بأي ذنب قتلت. ഞാൻ കരഞ്ഞോ? ഇല്ല, നിനക്കിവിടെ കരയാനാവില്ല. പെൺകുട്ടികൾ ജനിക്കുന്നത് അപമാനമായി കാണുന്ന ഒരു കാലത്താണ് ഞാൻ ജനിച്ചതെന്ന് ഇവിടെ എത്തിയപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത്. നിനക്ക് ജനിക്കാനെങ്കിലും സാധിച്ചില്ലേ? ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അവരെന്നെ കൊന്നു കളഞ്ഞു. ദേ, കണ്ടില്ലേ? ആരാണ് ഈ പുതിയ അതിഥി? ആരാണ് മോൻ? എങ്ങനെയാണ് മോൻ ഇവിടെ എത്തിയത്? ഞാനോ? ആ കടലിരപ്പം കേൾക്കുന്നില്ലേ? ആ കടലിൽ വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് നടന്നതൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. അല്ല, ഞാനിതെവിടെയാണ് നിൽക്കുന്നേ? മോന് മനസ്സിലായില്ലേ? ഇതാണ് സ്വർഗം. മോൻ കേട്ടിട്ടില്ലേ? ഇവരൊക്കെയാണ് സ്വർഗത്തിലെ കുട്ടികൾ. അതിരിക്കട്ടെ, നീ എങ്ങനെയാ കടലിൽ വീണേ? നിങ്ങൾ കേട്ടിട്ടില്ലേ, സിറിയ? അതായിരുന്നു ഞങ്ങളുടെ നാട്. കലാപങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയാണ് ഞങ്ങൾ നാടുവിടാൻ തീരുമാനിച്ചത്. മരണത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിച്ച് കുറെ നിഷ്കളങ്കരായ ആളുകളുടെ കൂടെ
കാലുകുത്താനിടയില്ലായിരുന്ന ആ ബോട്ടിൽ ഞങ്ങളും കയറി. ഓരോരോ നാടുകളിലേക്ക് ബോട്ട് അടുക്കുമ്പോഴും ഞങ്ങളെ അവിടുന്നും തള്ളിവിടുകയായിരുന്നു. ശക്തമായ കാറ്റിലും കോളിലും പെട്ട് ഏറെ നാൾ അലക്ഷ്യമായി അലഞ്ഞു തിരിഞ്ഞു നടന്ന ഞങ്ങളുടെ ബോട്ട് മുങ്ങി. ഞാനും കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഉപ്പയുടെയും ഉമ്മയുടെയും കൈവിട്ട് പോകുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓ, ഐലൻ കുർദി, നീയാണല്ലേ ആ ഐലൻ കുർദി. നിന്നെ കുറിച്ച് ഇവിടെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ലോകത്തെ കരയിച്ച മിടുക്കൻ. പക്ഷേ മനുഷ്യരുടെ കണ്ണു തുറപ്പിക്കുവാൻ നിന്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു. ദേ നോക്കൂ, എന്നിട്ടും ഭൂമിയിൽ ഇപ്പോഴും വലിയ അക്രമങ്ങൾ നടക്കുകയാണല്ലോ. അല്ല, അവിടെ എന്തോ വലിയ അതിക്രമങ്ങൾ നടക്കുന്നു. ഞാൻ ഹയ. 80 ഷക്കൽ ബാധ്യത ക്യാഷായി എനിക്കുണ്ട്. 45 ഉമ്മയ്ക്ക്. സീനത്തിനും ഹാഷിമിനും 5 ഷക്കൽ വീതം. ഹിബത്താത്തയ്ക്കും മറിയമിത്താത്തയ്ക്കുമുണ്ട് 5 ഷക്കൽ. അബൂദ് മാമനും സാറ ഇളാമയ്ക്കും 5 വീതം. പിന്നെ എൻ്റെ കളിപ്പാട്ടങ്ങൾ. കുഞ്ഞനുജത്തി സീനയ്ക്ക് ആദ്യം, പിന്നെ കൂട്ടുകാരികളായ രമയ്ക്കും മിനയ്ക്കും അമലിനും. പിന്നെ എൻ്റെ ഉടുപ്പുകളാണ്. അവയെല്ലാം എൻ്റെ എളാപ്പയുടെ മക്കൾ എടുത്തോട്ടെ. മിച്ചം ഉണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുത്തോ. പിന്നെ എൻ്റെ ചെരുപ്പുകളാണ്. നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ക്രൂരന്മാർ. ഏതായാലും ആ കുട്ടികൾ രക്ഷപ്പെട്ടു. ഇനി അവർക്ക് ഈ സ്വർഗത്തിൽ വിഹരിക്കാമല്ലോ. ഒരു കുഞ്ഞുമോളുടെ ചിതറിയ ചിരിവാരി മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ വന്നു. ഒരു കുഞ്ഞുമോളുടെ ചിതറിയ ചിരിവാരി മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ വന്നു. അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ തോറും അവളെയും കൊണ്ടവർ നടന്നു. ഇനി എന്തു വേണമെന്നാരാഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ ഭൂമിയിലേക്കു താണു. ഗസയിൽ തന്നെ പോയി പാർക്കണം, ഇനിയും ഷഹീദായി മടങ്ങേണമെന്ന വണ്ണം. വേണ്ട, ഇനി അവിടേക്ക് പോവണ്ട. എവിടെയും അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, യുദ്ധങ്ങൾ. ഹേയ്, അങ്ങനെ പറയരുത്. നന്നായാൽ മാലാഖമാരെക്കാളും വിശുദ്ധന്മാരാണ് മനുഷ്യർ. അതുകൊണ്ടല്ലേ ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മാലാഖമാർ പോലും കൽപ്പിക്കപ്പെട്ടത്. ശരിയാണ്. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന കാലത്തോളം മനുഷ്യർ പരിശുദ്ധരാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് സമാധാനം പ്രതീക്ഷിക്കാം. സമാധാനം. സമാധാനം, സമാധാനം. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى
واتقوا الله إن الله خبير بما تعملون. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നേരാം വിധം നിലകൊള്ളുന്നവരാവുക, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരും. ഒരു ജനതയോടുള്ള വിരോധം നീതി നടത്താതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നീതി പാലിക്കുക, അതാണ് ധർമ്മപാലനത്തോട് ഏറ്റവും ചേർന്നു നിൽക്കുന്നത്. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, ഉറപ്പായും അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്.